1996 മാർച്ച് 13 ഇന്ത്യ ശ്രീലങ്ക ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനൽ. 120 റൺസിനിടെ ഇന്ത്യക്ക് 8 വിക്കറ്റ് നഷ്ടമായതോടെ ഗാലറിയിൽ കാണികൾ അക്രമാസക്തരാകുന്നു. ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുന്ന ശ്രീലങ്കൻ ഫീൽഡർമാർക്ക് നേരെ അവർ കുപ്പികൾ വലിച്ചെറിയുന്നു. തുടർന്ന് കളി നിർത്തിവെക്കുന്നു. പിന്നീട് കളി പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു. ഇതോടെ ശ്രീലങ്ക ഫൈനലിൽ. അന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ പൊട്ടിക്കരയുന്ന 24-കാരൻ പയ്യന്റെ ദൃശ്യങ്ങൾ ഇന്നും ക്രിക്കറ്റ് പ്രേമികളെ വേട്ടയാടുന്നുണ്ട്. മുംബൈയിലെ കാഞ്ചൂർ മാർഗിലെ തെരുവിലാണ് വിനോദ് ഗൺപത് കാംബ്ലി എന്ന വിനോദ് കാംബ്ലി കളിച്ചു വളർന്നത്. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട ചുറ്റുപാടിലായിരുന്നില്ല കാംബ്ലിയുടെ കുട്ടിക്കാലം. അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും പാടുപെട്ടു. വളരെ ചെറുപ്പം മുതലേ കാംബ്ലി ക്രിക്കറ്റിനോട് കാട്ടിയ ഭ്രമം പിന്നീട് ജീവിതത്തിൽ വഴിത്തിരിവായി. 10ാം വയസ്സ് മുതൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു കാംബ്ലിയുടെ കൂട്ടുകാരൻ. ഇരുവരും ശാരദാശ്രമം സ്കൂളിൽ രമാകാന്ത് അച്ചരേക്കറുടെ ശിക്ഷണത്തിൽ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു. ഹാരിസ് ഷീൽഡിൽ സെന്റ് സേവിയേഴ്സ് സ്കൂളിനെതിരെ കാംബ്ലിയും സച്ചിനും ചേർന്ന് നേടിയ 664 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടിലൂടെ ഇരുവരും ദേശീയ ശ്രദ്ധയാകർഷിച്ചു. 664-ൽ കാംബ്ലി നേടിയത് 349 റൺസായിരുന്നു. ഇതേ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കാംബ്ലി 6 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചായിരുന്നു വിനോദ് കാംബ്ലിയുടെ രഞ്ജി ട്രോഫിയിലെ അരങ്ങേറ്റം. ആഭ്യന്തര ക്രിക്കറ്റിൽ ടൺ കണക്കിന് റണ്ണടിച്ച കാംബ്ലി അധികം വൈകാതെ തന്നെ ദേശീയ ടീമിലെത്തി. 1991-ൽ 19ാമത്തെ വയസ്സിലാണ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി വിനോദ് കാംബ്ലി അരങ്ങേറിയത്. ഷാർജയിൽ വെച്ച് പാകിസ്ഥാനെതിരെയായിരുന്നു ആ മത്സരം. 1993 ഫെബ്രുവരിയിൽ 21ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിലും കാംബ്ലി അരങ്ങേറി. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ചായിരുന്നു മത്സരം. ആ പരമ്പരയിലെ 3ാമത്തെ മത്സരത്തിൽ കാംബ്ലി ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി നേടി വരവറിയിച്ചു. സ്വന്തം തട്ടകമായ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന ആ മത്സരത്തിലെ ആ ഇന്നിംഗ്സിൽ 224 റൺസാണ് കാംബ്ലി നേടിയത്. സിംബാബ്വെക്കെതിരെ നടന്ന തൊട്ടടുത്ത മത്സരത്തിലെ ഇന്നിംഗ്സിൽ കാംബ്ലി 227 റൺസ് നേടി. ശ്രീലങ്കയ്ക്കെതിരായ അടുത്ത ടെസ്റ്റ് പരമ്പരയിൽ കാംബ്ലി നേടിയത് 2 സെഞ്ചുറികളാണ്. ഇതോടെ 3 വ്യത്യസ്ത രാജ്യങ്ങൾക്കെതിരെ 3 ഇന്നിംഗ്സുകളിലായി തുടർച്ചയായി 3 സെഞ്ചുറി നേടുന്ന ഒരേയൊരു താരമായി. ടെസ്റ്റിൽ വെറും 14 ഇന്നിംഗ്സിൽ നിന്ന് 1000 റൺസ് തികച്ച കാംബ്ലി ആ നേട്ടം ഏറ്റവും വേഗത്തിൽ പിന്നിടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. കരിയറിലെ ആദ്യ 7 ടെസ്റ്റ് മത്സരങ്ങളിൽ 2 ഡബിൾ സെഞ്ചുറി അടക്കം 4 സെഞ്ചുറിയാണ് കാംബ്ലി നേടിയത്. അത്രയും ടെസ്റ്റുകളിൽ നിന്ന് 793 റൺസായിരുന്നു ഈ ഇടംകയ്യൻ ബാറ്റ്സ്മാൻ അടിച്ചു കൂട്ടിയത്. 113.09 ആയിരുന്നു ശരാശരി. സ്പിന്നർമാർക്കെതിരെ കാംബ്ലിയുടെ ഫുട് വർക്ക് മിന്നും വേഗത്തിലുള്ളതായിരുന്നു. ഒരിക്കൽ സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോണിന്റെ ഒരു ഓവറിൽ കാംബ്ലി നേടിയത് 22 റൺസായിരുന്നു. എന്നാൽ ഫാസ്റ്റ് ബൗളർമാരുടെ ഷോർട്ട് പിച്ച് പന്തുകൾ കാംബ്ലിയെ വലച്ചു. ഷോർട്ട് ബോളുകളിൽ കാംബ്ലി ഗള്ളിയിൽ ക്യാച്ച് കൊടുത്തു പുറത്താകുന്നത് സ്ഥിരം കാഴ്ചയായി. പതുക്കെ വിനോദ് കാംബ്ലി നിറം മങ്ങിത്തുടങ്ങി. 1995-ൽ 23ാം വയസ്സിൽ തന്നെ കാംബ്ലി തന്റെ അവസാന ടെസ്റ്റ് കളിച്ചിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങൾ കൂടി ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായി. 2000-ൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും കാംബ്ലി പുറത്തായി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 17 മത്സരങ്ങളിൽ നിന്നായി 54.20 എന്ന ശരാശരിയിൽ 1084 റൺസാണ് കാംബ്ലിയുടെ സമ്പാദ്യം. 4 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും. 104 ഏകദിനങ്ങളിൽ നിന്ന് 32.59 ശരാശരിയിൽ 2477 റൺസാണ് കാംബ്ലി നേടിയത്. 2 സെഞ്ചുറിയും 14 അർദ്ധ സെഞ്ചുറിയും. പ്രതിഭ വേണ്ടുവോളം ഉണ്ടായിരുന്നിട്ടും അച്ചടക്കമില്ലായ്മയാണ് കാംബ്ലിയുടെ തകർച്ചയ്ക്ക് കാരണം. കളിക്കൂട്ടുകാരനായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും ഇതിഹാസ താരമായി മാറിയപ്പോഴും കാംബ്ലി മുന്നോട്ടുള്ള പാതയിൽ ഇടറി വീണു. അത് പ്രതിഭയില്ലാതിരുന്നത് കൊണ്ടായിരുന്നില്ല, മറിച്ച് അച്ചടക്കമില്ലായ്മ കൊണ്ടായിരുന്നു. മദ്യപിച്ച് കുത്തഴിഞ്ഞ ജീവിതം നയിച്ച കാംബ്ലി ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് താനിടുന്ന സ്വർണ്ണമാലകളിലായിരുന്നു. ഫീൽഡിൽ ക്യാപ്റ്റനോട് തർക്കിക്കുകയും തട്ടിക്കയറുകയും ചെയ്യുന്നത് കാംബ്ലിയുടെ ശീലമായിരുന്നു. ഡ്രസ്സിംഗ് റൂമിലെ കാംബ്ലിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പലപ്പോഴും പരാതികൾ ഉയർന്നു. അർപ്പണമില്ലായ്മയും മതിയായ ഫിറ്റ്നസ് ഇല്ലാത്തതും ക്രിക്കറ്റിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്നെ പാകപ്പെടുത്തുന്നതിലെ പരാജയവുമെല്ലാം ആ പ്രതിഭയുടെ വീഴ്ചയ്ക്ക് കാരണമായി. യഥാർത്ഥത്തിൽ കാംബ്ലി സ്വന്തം പ്രതിഭ ദൂർത്തടിക്കുകയായിരുന്നു. പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററായ ഹർഷ ബോഗ്ലെ ഒരിക്കൽ കാംബ്ലിയെക്കുറിച്ച് പറഞ്ഞു, പ്രതിഭ കൊണ്ട് മാത്രം വിജയം നേടാനാകില്ലെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിനോദ് കാംബ്ലി. ഹർഷയുടെ നിരീക്ഷണം ഏറെ ശരിയാണ്. കഠിനാധ്വാനം ചെയ്യാനും വീഴ്ചകളിൽ നിന്ന് പഠിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും വിനോദ് കാംബ്ലിക്ക് കഴിഞ്ഞില്ല. നിശ്ചയദാർഢ്യം എന്നൊരു വാക്ക് കാംബ്ലിയുടെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല.
2009 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും 2011 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച കാംബ്ലി പിന്നീട് പലപ്പോഴും ജീവിതത്തിലെ കഠിന വഴികളിൽപ്പെട്ട് ആടിയുലഞ്ഞു. പലപ്പോഴും ക്യാമറകൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. തൻ്റെ കരിയർ രക്ഷിക്കാൻ സുഹൃത്തായ സച്ചിൻ ടെണ്ടുൽക്കർ ഒന്നും ചെയ്തില്ലെന്നും പ്രതിസന്ധികളിൽ സച്ചിൻ തന്നെ തുണച്ചില്ലെന്നും പരിഭവം പറഞ്ഞു. എന്നാൽ പിന്നീട് സച്ചിൻ തനിക്കൊപ്പം എന്നും നിന്നിട്ടുണ്ടെന്ന് തിരുത്തി പറഞ്ഞു. BCCI നൽകുന്ന പെൻഷൻ മാത്രമാണ് തനിക്ക് ആകെയുള്ള വരുമാനമെന്നും ഭാര്യയും കുട്ടിയുമുള്ള തന്നെ സഹായിക്കണമെന്നും മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനോട് കെഞ്ചി. കോച്ച് എന്ന നിലയിൽ ഒരു കരിയർ രൂപപ്പെടുത്തിയെടുക്കുന്നതിലും കാംബ്ലി പരാജയപ്പെട്ടു. ചെറിയ ക്രിക്കറ്റ് അക്കാദമികളിൽ കോച്ചായും മറ്റുമാണ് കാംബ്ലി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. വിനോദ് കാംബ്ലി എന്ന ക്രിക്കറ്ററുടെ ജീവിതം വലിയൊരു പാഠമാണ്. ഹർഷ ബോഗ്ലെ പറഞ്ഞതുപോലെ പ്രതിഭ കൊണ്ട് മാത്രം വിജയം നേടാനാകില്ലെന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം.